എല്ലാവർക്കും നമസ്കാരം. SCERTയിലെ ജോഗ്രഫിയായി റിലേറ്റ് ചെയ്തിട്ടുള്ള 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥാ മേഖലകളെ പറ്റിയിട്ടല്ലേ. ഇനി നമുക്ക് നോക്കാനുള്ളത് മെഡിറ്ററേനിയൻ കാലാവസ്ഥ മുതലാണ്. ഓക്കെ, ഈ ഒരു പാർട്ടും കൂടി ഉള്ളൂ. അപ്പോൾ ടോട്ടൽ 3 പാർട്ടായിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ MCQ 3 പാർട്ടായിട്ടുണ്ട്. MCQ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഇനി മെഡിറ്ററേനിയൻ കാലാവസ്ഥ അല്ലെങ്കിൽ മെഡിറ്ററേനിയൻ മേഖലയിൽ എന്തൊക്കെയാണ്? നമുക്കറിയാം, കടലിന് ചുറ്റും അല്ലേ ഉള്ള പ്രദേശങ്ങളെയാണ് മെഡിറ്ററേനിയൻ പ്രദേശം എന്ന് പറയുന്നത്. വരണ്ട വേനൽക്കാലവും എങ്ങനെയൊക്കെയാണ്? വേനൽക്കാലം എങ്ങനെയാണ് വരണ്ടത്? ആർദ്ര ശൈത്യകാലവും അനുഭവപ്പെടുന്ന പ്രദേശമാണ് മെഡിറ്ററേനിയൻ. വേനൽക്കാലത്ത് ഏകദേശം 20 ഡിഗ്രി സെൽഷ്യസ് മുതൽ 25 ഡിഗ്രി സെൽഷ്യസ് വരെ, വേനൽക്കാലത്ത് 20 മുതൽ 25 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില അനുഭവപ്പെടുന്നു. ശൈത്യകാലത്താണെങ്കിൽ അത് 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 16 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില. ഇനി ശൈത്യകാലത്ത് 35 സെൻറ്റിമീറ്റർ മുതൽ 75 സെൻറ്റിമീറ്റർ വരെയാണ് എന്ത് ലഭിക്കുന്നത്? മഴ ലഭിക്കുന്നത്. വാർഷിക മഴ എന്ന് പറയുന്നത് 35 സെൻറ്റിമീറ്റർ മുതൽ 75 സെൻറ്റിമീറ്റർ വരെ മഴ ലഭിക്കുന്നുണ്ട്. ഇനി ശൈത്യകാല മഴ ശീതകാല വിളകൾക്കും ഏറെ പ്രയോജനപ്രദമാണ്. മെഡിറ്ററേനിയൻ കടലിൻ്റെ തീരങ്ങൾക്ക് പുറമെ 30 ഡിഗ്രി മുതൽ 45 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ മറ്റ് ചില പ്രദേശങ്ങളിലും സമാന കാലാവസ്ഥ അനുഭവപ്പെടാറുണ്ട്. ഈ പ്രദേശങ്ങളിലെല്ലാം ചേർത്താണ് എന്ത് പറയുന്നത്? മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇവിടെ എന്തൊക്കെ വിളകളാണ് നമുക്ക് നോക്കാം. പശ്ചിമവാതങ്ങളാണ് ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിൽ മഴ ലഭിക്കുന്നതിന് കാരണമാകുന്നത്. മഴയുടെ അളവ് കുറവായതിനാൽ തന്നെ നിബിഡ വനങ്ങൾ ഈ മേഖലയിൽ കാണപ്പെടാറില്ല. പിന്നെ എങ്ങനെയുള്ളതാണ് കാണപ്പെടാറുള്ളത്? ഓക്ക്, ഏതൊക്കെയാണ്? ഓക്ക്, സിഖോയ തുടങ്ങിയ ഉയരം കൂടിയ നിത്യഹരിത വൃക്ഷങ്ങളും പൈൻ, ഫിർ തുടങ്ങിയ നിത്യഹരിത സ്തൂപികാ വൃക്ഷങ്ങളും കുറ്റിച്ചെടികളുമാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇനി പഴവർഗ്ഗങ്ങളും പച്ചക്കറി വർഗ്ഗങ്ങളുമാണ് ഇവിടുത്തെ പ്രധാന കൃഷി. സാധ്യമായ ഇടങ്ങളിലൊക്കെ ധാന്യകൃഷിയും കണ്ടുവരുന്നുണ്ട്. കാലാവസ്ഥാ സാഹചര്യങ്ങൾക്കനുസരിച്ച് വികസിപ്പിച്ച കൃഷിരീതിയും അനുബന്ധ പ്രവർത്തനവുമാണ് ഈ മെഡിറ്ററേനിയൻ പ്രദേശത്തെ ഏറെ സാമ്പത്തിക പ്രാധാന്യമുള്ള മേഖലയായി മാറ്റുന്നത്. ലോകത്തിൽ വൈൻ ഉൽപ്പാദനത്തിൽ ഏറ്റവും മുമ്പിലുള്ളത് ഈ മെഡിറ്ററേനിയൻ രാജ്യങ്ങളാണ്. നാരകഫലങ്ങളുടെ കയറ്റുമതിയുടെ 70% ഇവിടെ നിന്നാണ് വരുന്നത്? ഈ മെഡിറ്ററേനിയൻ രാജ്യങ്ങളിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ഏതൊക്കെയാണ് രാജ്യങ്ങൾ? അൽബേനിയ, ലിബിയ, ഫ്രാൻസ്, ഈജിപ്ത്, തുർക്കി, സ്പെയിൻ, ഇറ്റലി തുടങ്ങിയൊക്കെ മെഡിറ്ററേനിയൻ രാജ്യങ്ങളാണ്. മെഡിറ്ററേനിയൻ കടലിന് ചുറ്റുമുള്ള പ്രദേശങ്ങളാണ് ഇവ പ്രധാനമായും കാണപ്പെടുന്നത്. പിന്നെ നമ്മുടെ തൊട്ട് മുമ്പ് നമ്മൾ സവാന മേഖല കാലാവസ്ഥ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ. അതും മെഡിറ്ററേനിയൻ കാലാവസ്ഥയും രണ്ടും കൂടി നമുക്ക് താരതമ്യം ചെയ്തിട്ട് ടെക്സ്റ്റിലില്ല, നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ഹാൻഡ് ബുക്കിലുണ്ട് കേട്ടോ. അത് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് നമുക്ക് MCQ കൊടുക്കുമ്പോൾ പറയാം അല്ലേ. ഓക്കെ, അടുത്തത് ഇനി മിതോഷ്ണ പുൽമേടുകൾ. എന്താണ് മിതോഷ്ണ പുൽമേട് എന്ന് പറയുന്നത്? ഉഷ്ണമേഖലയിലെ പോലെ തന്നെ മിതോഷ്ണ മേഖലയിലുള്ള ഉൾപ്രദേശങ്ങളിലും സമുദ്ര സ്വാധീനം തീരെ കുറവായതിനാൽ വൃക്ഷരഹിതമായ പുൽമേടുകളായിരിക്കും അവിടെ കാണപ്പെടുന്നത്. അതിനെയാണ് നമ്മൾ മിതോഷ്ണ പുൽമേടെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇരു അർദ്ധഗോളങ്ങളിലുമായി 40 ഡിഗ്രി മുതൽ 55 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിലാണ് ഈ പുൽമേടുകളുടെ സ്ഥാനം. വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്തമായ പേരുകളിലാണ് ഇവ അറിയപ്പെടുന്നത്. ഈ മിതോഷ്ണ പുൽമേട് അറിയപ്പെടുന്നത്. മിതോഷ്ണ പുൽമേടുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ് കാണപ്പെടുന്നതെങ്കിലും അവയുടെ കാലാവസ്ഥാ സവിശേഷതകൾ ഏറെക്കുറെ എങ്ങനെയാണ്? സമാനമാണ്. അതാണ് ഭൂഖണ്ഡങ്ങളുടെ ഉൾഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു. പിന്നെയോ വിശാലമായ പുൽമേടുകളാണ് രൂപപ്പെടുന്നത് എന്നുള്ളത് പറഞ്ഞത്. ഇനി ഹ്രസ്വമായ വേനൽക്കാലവും ദീർഘമായ ശൈത്യകാലവുമാണ് മിതോഷ്ണ പുൽമേടുകളിലെ കാലാവസ്ഥാ പ്രത്യേകത. ഹ്രസ്വമായ വേനൽക്കാലമായിരിക്കും. ശൈത്യകാലം എങ്ങനെയായിരിക്കും? ദീർഘമായിട്ടുള്ള ശൈത്യകാലമാണ് ഉള്ളത്.
ഭൂഖണ്ഡങ്ങളുടെ ഉൾപ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഈ മേഖലയിലെ വേനലിൽ ഉയർന്ന താപനില അനുഭവപ്പെടുന്നു. 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 13 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ശൈത്യകാല താപനിലയും ഉണ്ടാകുന്നത്. ഇനി മഴയാണെങ്കിലോ 25 സെൻറ്റിമീറ്റർ മുതൽ 60 സെൻറ്റിമീറ്റർ വരെ മഴ ലഭിക്കുന്നു. മഴ ലഭ്യതയിലെ ഏറ്റക്കുറച്ചിലിൽ സസ്യജാലങ്ങൾക്കും പ്രകടമാണ്. ഇനി മഴ കുറവായതിനാൽ മരങ്ങളും എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. പുല്ലുവർഗത്തിൽപ്പെട്ട വിവിധയിനം സസ്യങ്ങളാണ് കൂടുതലായിട്ട് ഇവിടെ കണ്ടുവരുന്നത്. അപ്പം മിതോഷ്ണ പുൽമേടിൻ്റെ സ്വാഭാവിക മേച്ചിൽപ്പുറങ്ങളായതിനാൽ ഈ മേഖലയിൽ ധാരാളം എന്ത് ജനവിഭാഗമുണ്ട്? ഇടയ ജനവിഭാഗങ്ങൾ ധാരാളമുണ്ട്. ഇനി ഇതിൽ നോക്കിയ പേരുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയ പ്രാദേശികമായിട്ടുള്ള പേരുകൾ, അതായത് ഓരോ ഭൂപ്രദേശത്തും ഈ മിതോഷ്ണ പുൽമേടുകൾ അറിയപ്പെടുന്ന പേരുകളാണ്. നോക്കിയേ, വടക്കേ അമേരിക്ക ഏതാണ്? പ്രയറി എന്നാണ് കേട്ടോ. ദെൻ യൂറേഷ്യ സ്റ്റെപ്പി അല്ലെങ്കിൽ ഏഷ്യയിൽ സ്റ്റെപ്പി. ദെൻ തെക്കേ അമേരിക്ക പാമ്പസ്. ആഫ്രിക്കയിൽ എന്താണ്? വെൽഡ് കേട്ടോ, വെൽഡ്. ഓസ്ട്രേലിയയിൽ ഡൗൺസ്. ഇതാണ് പ്രാദേശികമായിട്ട് ഓരോ ഭൂപ്രദേശത്തെയും മിതോഷ്ണ പുൽമേടുകൾ അറിയപ്പെടുന്ന പേര്. ഇതിൽ നമ്മൾ പറഞ്ഞല്ലേ പ്രയറി എന്ന് പറയുന്നത് എന്താണ്? വടക്കേ അമേരിക്കയിലെ ഒരു മിതോഷ്ണ പുൽമേടാണ് പ്രയറി അല്ലേ. ലോകത്തിൻ്റെ ധാന്യക്കലവറ എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ പ്രയറിയാണ് കേട്ടോ, പ്രയറി. ഓക്കെ. അമേരിക്കയിലും കാനഡയിലുമായി വ്യാപിച്ചിരിക്കുന്ന ഈ വിശാല പുൽമേടിലെ ഏകദേശം 2 ദശലക്ഷം ഏക്കർ ഭൂമിയിൽ ഇന്ന് വാണിജ്യാടിസ്ഥാനത്തിൽ ധാന്യകൃഷി ചെയ്തു വരുന്നു. ഗോതമ്പാണ് പ്രധാന വിള. മിതമായ താപനിലയിലും മഴ ലഭ്യതയും ഫലഭൂയിഷ്ഠമായ മണ്ണും ഈ പ്രദേശത്തെ ഗോതമ്പ് കൃഷിക്ക് ഏറെ അനുയോജ്യമാക്കുന്നു. അതുമാത്രമല്ല, വൻതോതിലുള്ള ഗോതമ്പ് ഉൽപ്പാദനമാണ് പ്രയറി പുൽമേടുകളെ ലോകത്തിൻ്റെ ധാന്യക്കലവറ എന്ന വിശേഷണത്തിന് അർഹനാക്കിയത്. ഓക്കെ. ഇനി നോക്കി നമ്മൾ ആദ്യം കണ്ട മെഡിറ്ററേനിയനും ഇപ്പോഴത്തെ മിതോഷ്ണ പുൽമേടുകളും തമ്മിലുള്ള ഒരു താരതമ്യം. ആദ്യം വരണ്ട വേനൽ, മഴയുള്ള മഞ്ഞുകാലമൊക്കെയാണ്. മിതോഷ്ണ പുൽമേടിലേക്ക് വരുമ്പോൾ അവിടെ വിശാലമായ പുൽമേട്, വേനലിൽ മഴയൊക്കെ ലഭിക്കുന്നു. പിന്നെ ഗോതമ്പും ചോളമൊക്കെയാണ് പുൽമേടുകളെങ്കിൽ വൈൻ ഉണ്ടാക്കുന്ന മുന്തിരി, ഒലീവ്, ഓറഞ്ചൊക്കെയാണ് ഇവിടെ വരുന്നത് മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖലയിൽ കാണപ്പെടുന്നത്. അടുത്തതാണ് ടൈഗേ മേഖല. ഉത്തരാർദ്ധഗോളത്തിൽ 55 ഡിഗ്രി മുതൽ 70 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ശൈത്യമേഖലയാണ് ടൈഗേ മേഖല എന്ന് പറയുന്നത്. ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാലവും ദീർഘമായ ശൈത്യകാലവുമാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. 15 ഡിഗ്രി സെൽഷ്യസ് മുതൽ 15 ഡിഗ്രി സെൽഷ്യസ് മുതൽ 20 ഡിഗ്രി സെൽഷ്യസ് വരെ വേനൽക്കാല താപനില അനുഭവപ്പെടുമ്പോൾ ശൈത്യകാല താപനില എന്ന് പറയുന്നത് -13 ഡിഗ്രി മുതൽ -25 ഡിഗ്രി വരെ താഴുന്നു. ഇനി 50 സെൻറ്റിമീറ്റർ മുതൽ 70 സെൻറ്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്നുണ്ട്. അവിടെ ശൈത്യകാലത്ത് വർഷണം എങ്ങനെയായിരിക്കും? മഞ്ഞ് വീഴ്ചയുടെ രൂപത്തിലായിരിക്കും കേട്ടോ ശൈത്യകാലത്ത് ഉണ്ടാവുന്നത്. ഇനി ദക്ഷിണാർദ്ധഗോളത്തിൽ ഉയർന്ന അക്ഷാംശങ്ങളിൽ വൻകരകളുടെ വ്യാപ്തി പൊതുവെ കുറവായതിനാലാണ് ഇത് ടൈഗേ കാലാവസ്ഥ മേഖല അവിടെ കാണാത്തത്. ഇനി ഉപ ആർട്ടിക് വിഭാഗത്തിൽപ്പെടുന്ന സ്തൂപികാഗ്ര നിത്യഹരിത വനങ്ങളാണ് ഈ മേഖലയിൽ കൂടുതലായി വളരുന്നത്. സ്തൂപികാഗ്ര വൃക്ഷങ്ങളെ റഷ്യൻ ഭാഷയിൽ എന്ത് വിളിക്കുന്നു? ടൈഗേ എന്നാണ് വിളിക്കുന്നത്, ടൈഗേ. ഇവ ധാരാളം കാണപ്പെടുന്ന മേഖലയായതുകൊണ്ടാണ് ഇതിന് ടൈഗേ മേഖല എന്ന് പറയുന്നത്. സ്തൂപികാഗ്ര നിത്യഹരിത വൃക്ഷങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? പൈൻ, ഫിർ അല്ലെ, സ്പ്രൂസ് എന്നിവയൊക്കെയാണ് ആ സസ്യവർഗത്തിൽ പെടുന്നത്. ഈ മരങ്ങൾക്ക് എന്താണ്? അതിശൈത്യത്തെ അതിജീവിക്കാൻ പാകത്തിനുള്ള സൂചി രൂപത്തിലുള്ള ഇലകളോട് കൂടിയതാണ്. ഇനി ഉപ ആർട്ടിക് കാലാവസ്ഥയിൽ മിക്കവാറും വിളകളൊന്നും തന്നെ ഇവിടെ കൃഷി ചെയ്യാൻ സാധിക്കില്ല. അതിനാൽ തന്നെ കൃഷി ഇവിടെ എന്താണ്? വളരെ കുറവാണ്. മരം വെട്ടും കമ്പിളി രോമ വ്യവസായവുമെല്ലാമാണ് പ്രധാന സാമ്പത്തിക പ്രവർത്തനങ്ങൾ. ഇനി കാനഡയിലെ മേഖലയിലെ മരം വെട്ട് വ്യവസായം വളരെ പ്രശസ്തമാണ്.
ടൈഗ മേഖലയിൽ നിന്നും ധ്രുവപ്രദേശത്തോട് അടുക്കുന്തോറും സസ്യങ്ങളുടെ ഉയരം കുറഞ്ഞു വരികയും എണ്ണം കുറഞ്ഞ് അവ അങ്ങിങ്ങായി മാത്രം ചുരുങ്ങുകയും ചെയ്യുന്നു. ഇനി അടുത്തത് ഏതാണ്? അടുത്തൊരു മേഖലയും കൂടിയുള്ളൂ, അതാണ് ടണ്ട്ര മേഖല എന്ന് പറയുന്നത്. ആർട്ടിക് വൃത്തത്തിന് വടക്ക് അലാസ്ക, കാനഡ, ഗ്രീൻലാൻഡ്, യൂറോപ്പിലെയും ഏഷ്യയിലെയും ആർട്ടിക് സമുദ്ര തീരങ്ങൾ എന്നീ പ്രദേശങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന അതിശൈത്യ മേഖലയാണ് ടണ്ട്ര മേഖല എന്ന് പറയുന്നത്. ഭൂരിഭാഗവും മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശമാണ്. ശൈത്യകാലത്ത് ഇവിടെ -25 മുതൽ -40 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ശൈത്യകാലത്ത് താപനിലയെങ്കിൽ വേനൽക്കാലത്ത് താപനില 10 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാറുണ്ട്. ഇവിടെ മുഖ്യമായും എന്താണ്, മഞ്ഞ് വീഴ്ചയുടെ രൂപത്തിലാണ് വർഷണവും ഉണ്ടാകുന്നത്. ഇനി ടണ്ട്ര മേഖലയിലെ പ്രതികൂല കാലാവസ്ഥാ സാഹചര്യത്തിൽ വളരെ കുറച്ച് സസ്യങ്ങൾ മാത്രമേ അതിജീവിക്കുകയുള്ളൂ. ഇനി വേനൽക്കാലത്താണ് ഈ സസ്യങ്ങൾ വളരുന്നത്. വളർച്ചാക്കാലം വളരെ കുറവായതിനാൽ ഉയരം കുറഞ്ഞ കുറ്റിച്ചെടികളും പായലുകളൊക്കെയാണ് ഈ മേഖലയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇനി ജനജീവിതത്തിലേക്ക് വരുമ്പോഴാണെങ്കിലോ എസ്കിമോ, ലാപ്പാസ് തുടങ്ങിയവ ഈ മേഖലയിൽ തദ്ദേശീയ അർദ്ധ നാടോടി ജീവിതമൊക്കെ നയിക്കുന്നവരാണ്. മനുഷ്യ ഇടപെടലുകൾ താരതമ്യേന കുറഞ്ഞ ഇടങ്ങളാണ് ആർട്ടിക് പ്രദേശം. ഭാവിയിൽ പ്രയോജനപ്പെടാവുന്ന കുറേ സാധ്യതകളൊക്കെ തേടി നമ്മുടെ ശാസ്ത്രജ്ഞരൊക്കെ അവരുടെ ഓരോ മേഖലയിൽ പഠനങ്ങളൊക്കെ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഇത്രയുമാണ് നമുക്ക് ഓരോ കാലാവസ്ഥ മേഖലയെ പറ്റി പഠിച്ചത്. എന്തൊക്കെ നമ്മൾ പഠിച്ചു? ഭൂമധ്യരേഖാ കാലാവസ്ഥ മേഖല അല്ലേ, പിന്നെയോ മൺസൂൺ കാലാവസ്ഥാ മേഖല, സാവന്ന കാലാവസ്ഥാ മേഖല. ഇന്ന് നമ്മൾ മെഡിറ്ററേനിയനും അതോടെ മിതോഷ്ണ പുൽമേടും ടൈഗ മേഖലയും ടണ്ട്ര മേഖലയും ഇത്രയുമാണ് പഠിച്ചു തീർന്നത്. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തെ സംബന്ധിച്ചാണ്. കാലാവസ്ഥയിലെ ഏതൊക്കെയാണ് ഘടകങ്ങൾ എന്ന് പറയുന്നത്? അന്തരീക്ഷ താപം, വായുമർദ്ദം, കാറ്റ്, വർഷണം, ആർദ്രത അല്ലേ, അതൊക്കെ കാലാവസ്ഥാ ഘടകങ്ങളാണ്. ഇവയിലുണ്ടാകുന്ന ദീർഘകാല വ്യതിയാനത്തെയാണ് നമ്മൾ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഇതിന് കാരണങ്ങൾ? സ്വാഭാവികമായിട്ടുള്ള കാരണങ്ങളിൽ ഭൗമചക്രങ്ങളിലെ മാറ്റങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനം, അതൊക്കെ പറയാം. എന്നാൽ മനുഷ്യജന്യ കാരണങ്ങളിൽ വരുന്നതാണ് ഫോസിൽ ഇന്ധനങ്ങളുടെ ദഹനം, വ്യാപകമായ വനനശീകരണം, വ്യവസായശാലകളിൽ നിന്നുള്ള മലിനീകരണവും ഒക്കെ. കാലാവസ്ഥാ വ്യതിയാനം ആവാസ വ്യവസ്ഥകളെ സാരമായി തന്നെ ബാധിക്കും അല്ലേ. ഇതിൻ്റെ പ്രത്യാഘാതങ്ങളും വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെ ആഘാതങ്ങൾ നേരിടുന്ന പ്രദേശങ്ങളിലാണ് ഹിമാലയൻ ഹിമാനികൾ. അതായത് ഹിമാലയത്തിലെ ഹിമാനികൾ പ്രതിവർഷം 12 മുതൽ 20 മീറ്റർ വരെ ഉരുകി മാറുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മാറുമ്പോൾ അത്രയും ഉരുകുമ്പോൾ എന്ത് സംഭവിക്കും? സമുദ്രനിരപ്പ് 2 മീറ്റർ ഉയർന്നാൽ മാലിദ്വീപ് പൂർണ്ണമായും എവിടെ പോകും? സമുദ്രത്തിനടിയിലാകും. നിലവിൽ സമുദ്രനിരപ്പ് പ്രതിവർഷം ശരാശരി 0.42 സെൻറ്റിമീറ്റർ ഉയരുന്നുണ്ട്. അപ്പോൾ മാലിദ്വീപ് എന്ന് പറയുന്നത് സമുദ്രനിരപ്പ് 2.5 മീറ്റർ ഉയർന്നാൽ മാലിദ്വീപ് പൂർണ്ണമായും കടലിൽ മുങ്ങിപ്പോകാൻ ഇടവരും. അത് എന്താണ്? അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട് അല്ലേ. അങ്ങനെ ആ രാജ്യങ്ങളെ ബാധിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ പർവ്വത രാജ്യമായ നേപ്പാളിനെയും ഇത് ബാധിക്കുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് ഇതിൽ വേറെ കാര്യങ്ങൾ നോക്കി. ഇത് നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അന്താരാഷ്ട്ര ഏജൻസി നടത്തിയ പഠന റിപ്പോർട്ടുകളിലെ വിവരങ്ങളാണ്. ശരാശരി സമുദ്രനിരപ്പ് പ്രതിവർഷം 10 മുതൽ 20 മില്ലിമീറ്റർ വരെയാണ് ഉയരുന്നത്. 10 മുതൽ 20 മില്ലിമീറ്റർ സമുദ്രനിരപ്പ് ഉയരുന്നത്. ഇനി 1978 7.5 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ടായിരുന്ന ധ്രുവ ഹിമാനി 2019 അത് 3.74 കുറഞ്ഞു. ഇനി 135 ദശലക്ഷം ജനങ്ങൾ മരുഭൂമിവൽക്കരണ ഭീഷണിയും നേരിടുന്നുണ്ട്. പിന്നെയോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ MCQയിൽ പഠിച്ചതാണല്ലേ, കഴിഞ്ഞ ചാപ്റ്ററിൽ 2011-20 കാലഘട്ടത്തിലെ ആഗോള താപനില എത്രയാണ്? 1.1 ഡിഗ്രി സെൽഷ്യസിൻ്റെ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇല്ലേ. ഇതൊക്കെ അന്താരാഷ്ട്ര ഏജൻസികൾ നടത്തിയ പഠന റിപ്പോർട്ടുകളാണ്. ഇനി ഓരോ അന്താരാഷ്ട്ര ഉദ്യമങ്ങൾ എന്തൊക്കെയാണ്? അതിൻ്റെ വർഷം, സ്ഥലം, ഇടപെടലുകളാണ് അല്ലെങ്കിൽ പ്രധാന ലക്ഷ്യങ്ങളാണ്.
ഭൗമ ഉച്ചകോടി 1992 റിയോ ഡി ജനീറോയിലാണ് തുടങ്ങിയത്. എന്താണ്? പരിസ്ഥിതി സൗഹൃദ വികസനം ഉറപ്പാക്കലാണ് അല്ലേ, പ്രകൃതി സൗഹൃദ വികസനം ഉറപ്പാക്കുക എന്നുള്ളതാണ്. ഇനി മോൺട്രിയൽ പ്രോട്ടോക്കോൾ എന്താണ്? അത് 1987 മോൺട്രിയലിലാണ്. ഓസോൺ പാളിക്ക് അല്ലേ, ഓസോൺ പാളിക്ക് നാശം വരുത്തുന്ന പദാർത്ഥങ്ങളുടെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. ദെൻ ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് 97 ക്യോട്ടോയിലാണത്. ഹരിതഗൃഹവാതകങ്ങളുടെ അളവ് പരിമിതപ്പെടുത്തുക എന്നുള്ളതാണ്. ഇനി പാരീസ് ഉടമ്പടിയോ, അത് 2015 പാരീസിലാണ്. ആഗോള താപ വർധനവ് കുറയ്ക്കുക അല്ലേ, അത് പരിമിതപ്പെടുത്തുക. G20 ഉച്ചകോടി 2023 ന്യൂഡൽഹിയിൽ. അത് ഒരു കുടുംബം ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി, ഹരിത വികസനം, കാലാവസ്ഥാ ധനകാര്യം, സമഗ്ര വികസനം എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ വരുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ടെക്സ്റ്റിലൊരു ലാസ്റ്റ് ഒരു ചെറിയ ബോക്സ് ഉണ്ട്. എന്താണ്? കാലാവസ്ഥാ അഭയാർത്ഥികൾ എന്ന് പറഞ്ഞത്. അതായത് ഏകദേശം 50 ദശലക്ഷം ജനങ്ങൾ കാലാവസ്ഥാ സംബന്ധമായി കുടിയിറക്കപ്പെട്ടിട്ടുണ്ടെന്ന് UN കണക്ക് സൂചിപ്പിക്കുന്നുണ്ട് കേട്ടോ. 50 ദശലക്ഷം ജനങ്ങൾ. ഓക്കെ, ഈ ഒരു കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് തൊഴിലും ഉപേക്ഷിക്കേണ്ടി വന്നു, വാസസ്ഥലം ഉപേക്ഷിക്കേണ്ടി വന്ന ആളുകൾ ഉണ്ട്. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഈ ചാപ്റ്ററിലെ 3 MCQ ഉണ്ട്, അതും കൂടി എഴുതി നോക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.